ഇത് പൂക്കൈതുകാരൻ്റെ തീരത്തുള്ള ഒരു പാടശേഖരമാണ് ഈ കാണുന്നത്. ഈ പാടശേഖരത്തിൻ്റെ പേര് കുടമ്പറ പാടശേഖരമാണ്. ഇവിടെ ഈ പാടത്തിൻ്റെ 4 വശത്തുള്ള വണ്ടുകൾ കവർ ചെയ്ത് വെള്ളം ഒഴുകി വന്ന് പാടശേഖരം പതുക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിതാ 3 എഞ്ചിനുകൾ വെച്ചാണ് അവർ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്കിവിടെ ഒരു കർഷകനുമായി നമുക്കൊന്ന് സംസാരിക്കാം. ചേട്ടാ, ഇത് എത്ര ദിവസമായി വിത കഴിഞ്ഞിട്ട്? എത്ര ദിവസമായി ചേട്ടാ ഇത്? വിത കഴിഞ്ഞിട്ട് ഇന്ന് 22 ദിവസമായി. കൃത്യമായിട്ടും ഉള്ള കണക്ക് ഞാൻ ഈ പാടത്തെ കൃഷിക്കാരനായതുകൊണ്ട് 22 ദിവസമായി. ഞങ്ങൾ പ്രാഥമികമായിട്ട് ഇച്ചിരി കളനാശിനി മാത്രമേ അടിക്കാനൊത്തുള്ളൂ. അത് എല്ലാവർക്കും അടിക്കാനൊത്തില്ല. വെള്ളം കയറി മുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് ഒരു കളനാശിനി പോലും അടിക്കാനൊത്തില്ല. അതുകൊണ്ട് പിന്നെ ഈ പാടശേഖരം രക്ഷിക്കപ്പെടണമെങ്കിൽ, ഭാവിയിലും കൃഷി ഇറക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ, എല്ലോറ പടഹാരം പിന്നെ വടക്കേച്ചർ റോഡെന്ന് ഒരു റോഡുണ്ട്. ആ റോഡ് നബാർഡിൻ്റെ ഫണ്ട് കിട്ടുകയാണെങ്കിൽ മേടിച്ച് ഉപയോഗിച്ച് ആ റോഡ് 1 മീറ്റർ പൊക്കിയാൽ ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്തതിന് പിന്നെ ഒരു കാലത്തും പേടിക്കേണ്ടതായിട്ടൊരു കാര്യമില്ല. അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കുടമ്പുറ പാടശേഖരം എന്ന് പറയുന്ന അമ്പലപ്പുഴ താലൂക്കിൻ്റെ കിഴക്കേ അതിരാണ്. ആ പാടത്തിൻ്റെ കിഴക്കോശം കിടക്കുന്ന വെള്ളോറക്കുളം പാടം എന്ന് പറയുന്നത് കുട്ടനാട് താലൂക്കിൽപ്പെട്ടതാണ്. ഈ താലൂക്കിന് അതിർത്തി കിടക്കുന്ന ഈ പാടം വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് എല്ലാ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മുടക്കം വന്നിട്ടില്ല. ഇപ്പോൾ ഈ കുട്ടനാട് താലൂക്കിൽ ഒരുപാട് പാടശേഖരങ്ങൾ കൃഷിയായി കിടക്കുകയാണ്. ഈ അടുത്ത ഭാഗത്ത് ഈ ഒരൊറ്റ പാടശേഖരമുള്ള കൃഷി. അത് ഭാവിയിലും ചെയ്യണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ട കാര്യം. അത് ബഹുമാനപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അത് പ്രസിഡൻ്റായി വരുന്നത്. ഇത് പ്രതീക്ഷയുണ്ടോ? വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുള്ള പ്രതീക്ഷയുണ്ടോ ഇതിന്? ഞങ്ങളുടെ പാടത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹമാണ് ഇപ്പോൾ ഫണ്ട് സംരക്ഷിക്കുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ, എങ്ങനെയുണ്ട് പാടശേഖരത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ഒരു 100-200 ആൾക്കാർ വന്നിട്ടാണ് കൃഷി ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 3 എഞ്ചിൻ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഓവറായിട്ട് പറ്റിക്കുകയാണ്. ഒരുപാട് കാശ് മുടക്കാണ്. ഒരു ദിവസം ഒരു എഞ്ചിൻ ഓടുന്നതിന് 19,000 രൂപ എടുത്താവും. ഓ ശരി ശരി. 3 എഞ്ചിൻ ഓടുന്നുണ്ട് ഒരു സമയം. ഇന്നിപ്പോൾ ശകലം 2 ദിവസം ഓടിയെങ്കിലേ നെല്ലിൻ്റെ തല കാണാൻ പറ്റുള്ളൂ. കാരണം പാടത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. ഒരറ്റം പൊക്കമാണെങ്കിൽ മറ്റേ അറ്റം ഒരു 7 അടി 8 അടി വ്യത്യാസം. ഓ അതുകൊണ്ടാണ് ഇങ്ങനെയല്ലേ വെള്ളം കുറേ ഭാഗങ്ങൾ വെള്ളം ഇങ്ങനെ കാണുന്നു, കുറേ ഭാഗങ്ങൾ ഞാറിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ട്. ഓ ശരി ശരി ശരി. പ്രതീക്ഷയില്ല എങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ശരി ശരി. ഒരുപാട് പൈസ മുടക്കാണ് ഈ വെള്ളപ്പൊക്കം കാണുന്നത്. ശരി എന്നാൽ ശരി. ഓക്കെ ഓക്കെ. താങ്ക് യു.